ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനൊരു വ്ളോഗ് ചെയ്തിട്ട് കുറച്ചായല്ലേ. ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പെണ്ണുങ്ങൾക്കൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഡേ ആണ് അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് രാവിലെ എണീക്കണ്ട, കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് രാവിലെ എണീക്കണ്ട, ധൃതി വിട്ട് ജോലികളൊന്നും തീർക്കണ്ട, സാവകാശം പതിയെ പതിയെ എല്ലാം ചെയ്താൽ മതി. അങ്ങനെ ഞാനൊന്ന് മാർക്കറ്റിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. റോട്ടിലോട്ട് കയറാൻ നിൽക്കണേ, അവിടെ നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരണുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ ഓണാക്കിയപ്പോഴത്തേനും ബാക്കിൽ നിന്ന് വണ്ടി വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേഗം കയറിപ്പോന്നു. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്ക്. അപ്പോൾ അവിടെ തിരക്കുണ്ടായതുകൊണ്ട് എനിക്ക് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആൾ ഒഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തത്. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ച് വന്ന് പിള്ളേരെ ഞാൻ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ വിളിച്ച് വീട്ടിൽ തിരിച്ച് വന്ന് ചിക്കനൊക്കെ കഴുകി വെച്ച് ചോറിനുള്ള അരി അതൊക്കെ ഇട്ട് ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ മസാലയും തേച്ച് വെച്ചിട്ടാണ്. കറി വെക്കാനുള്ള മസാല വേറെ, ചിക്കൻ കറിക്കുള്ള മസാല വേറെ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ചിക്കൻ കറിക്ക് വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യൂല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് തൈരുണ്ടെങ്കിൽ തൈര് ഒഴിക്കും, ഇല്ലെങ്കിൽ വിനാഗിരി, അതൊക്കെ തേച്ച് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി. അപ്പോൾ എനിക്ക് അലക്കാനുണ്ടായിരുന്നു, വീടൊന്ന് ക്ലീനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ, എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാൽ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇന്നതെന്നില്ല കേട്ടോ, എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ അതിടും. പിന്നെ വ്ളോഗായിട്ട് ചെയ്യണമെങ്കിൽ അത്, ഡേ ഇൻ മൈ ലൈഫായിട്ട് അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പിള്ളേരായിട്ടാണെങ്കിൽ ഇക്കാനായിട്ടൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയ സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ ആണെങ്കിൽ അത്, അങ്ങനെ എന്തൊക്കെ ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ ചാനലിലൂടെ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചിക്കൻ്റെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് കേട്ടോ ഇതിൽ ഞാൻ ഇട്ടേക്കണത് മുളക് പൊടി, ആദ്യം ഫസ്റ്റ് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ഉണക്കമുളക്, അതും വേപ്പില, വിനാഗിരിയും കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്ത്, എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഞാൻ. നല്ലോണം മസാലയൊക്കെ തേച്ച് ഒരു 20 മിനിറ്റൊക്കെ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണ മസാലയാണ് കേട്ടോ. ഇത് സാധാരണ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കണ മസാല ഞാൻ വെറുതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും വേണമെങ്കിൽ കുറച്ച് വിനാഗിരി, ഈ വിനാഗിരി അല്ലെങ്കിൽ തൈര്, ഇത് രണ്ടും നമ്മൾ ചിക്കനിൽ ഒഴിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ മീറ്റ് കുറച്ചും കൂടിയും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ആ ചിക്കൻ പൊരിച്ചെടുത്ത പാനിലോട്ട് തന്നെ കേട്ടോ ഞാനൊരു ഒരു തക്കാളി, ഒരു 2 സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തു. സവാളയും തക്കാളിയും പച്ച മസാലയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ഓരോരുത്തേക്കും പല എരിവായിരിക്കുമല്ലോ. ഞാനിവിടെ പിള്ളേർക്ക് അധികം എരിവൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എരിവ് പൊതുവേ കുറച്ചായി യൂസ് ചെയ്യണം. അപ്പോൾ ഞാനത് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയൊക്കെ ഞാൻ ഇടുന്നുള്ളൂ കറിയിൽ. പിന്നെ നമ്മൾ ചിക്കൻ മസാല തേച്ച സമയത്ത് അതിലും ആവശ്യത്തിന് മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടിയാണ് പേസ്റ്റാക്കി എടുത്തത്. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ആ എരിവും അതിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്നും കൂടി നല്ലോണം മൂപ്പിച്ചെടുക്കണം.
അല്ലെങ്കിൽ അതിൻ്റെ പച്ച മസാലയുടെ ആ ഒരു കുത്തുണ്ടാവും, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം, അപ്പോൾ ഞാൻ അധികം ലൂസായിട്ട് എടുക്കണില്ല, ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് പരുവത്തിൽ അങ്ങനെ ഞാൻ എടുക്കണത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചേക്കണ ചിക്കനും കൂടിയും അതിൻ്റെ അകത്തോട്ടിട്ട്, എന്നിട്ട് ആവശ്യത്തിന് ഗരം മസാലകൾ ഞാൻ പൊടിച്ച് വെച്ചതാണ്, ആ ഗരം മസാല ഇട്ട് കുറച്ച് വേപ്പിലയും കൂടിയൊക്കെ ഇട്ട് അത് അടച്ച് വെച്ച്, അങ്ങനെ എൻ്റെ ആ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഫ്രഷായി മക്കളെയൊക്കെ കുളിപ്പിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കാനൊക്കെ ഇരുന്നു. ഇപ്പം നല്ലോണം ലേറ്റായിട്ടാണ് സമയം, ഞാൻ ചോറെടുക്കണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:15 അപ്പോൾ ഞായറാഴ്ച നമുക്ക് കുറച്ചും കൂടി ഇതുള്ള ദിവസമാണെങ്കിൽ നമ്മൾ ലേറ്റായി എണീക്കുന്നതനുസരിച്ച് നമ്മളുടെ പണികൾ തീരാനും ലേറ്റാവും. മറ്റു ദിവസങ്ങളിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെളുപ്പിന് എണീക്കുമ്പോൾ അവർ സ്കൂളിൽ പോണ സമയം കൊണ്ട് തന്നെ നമ്മളുടെ അത്യാവശ്യം വേണ്ട വേഗം പണികളൊക്കെ എല്ലാവരും തീരും. അങ്ങനെ ഒരു കാര്യവും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും 2:45 ആയി. ഞാൻ ആദ്യം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ, എനിക്കല്ലെങ്കിൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ആദ്യം കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ കാര്യം ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഐസാക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഐസാനെ കൊണ്ടുപോയി കിടത്തി ഉറക്കി, അല്ലെങ്കിൽ അവൾ സീനാക്കും, അവൾ പിന്നെ സമ്മതിക്കില്ല. ഒരു 6 മണി, വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവൾ കരച്ചിൽ, ഉറക്കം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബഹളമൊക്കെ ആക്കി കളയും. പിന്നെ അവൾ രാത്രി ഫുഡൊക്കെ കഴിക്കാണ്ട് ചിലപ്പോൾ കിടന്നുറങ്ങിയൊക്കെ കളയും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 2:30 ഒക്കെ ആവണ സമയത്തിനുള്ളിൽ ഞാൻ ഐസാനെ ഉറക്കും. ഇത്തിരി നേരമെങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും ഉറക്കും. അങ്ങനെ എൻ്റെയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന് ഐസാനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ചിക്കൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 പീസ് വേവിച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച്, പിന്നെ ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുത്തിട്ട് പാൻ വെച്ചിട്ട് പാനിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് സവാളയും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അത് നല്ലോണം വാടി വന്നതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അത് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഇന്നതെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കട്ട്ലേറ്റിൽ വെജിറ്റബിൾസ് എന്താണുള്ളതെങ്കിലും നമുക്കതൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ബീൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അതൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായുള്ളൂ, അപ്പോൾ ഞാൻ അത് വെച്ച് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്തത് നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരുന്ന ചിക്കനും നമ്മുടെ ജാറിൽ മിക്സിയിലിട്ട് ഒന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുത്തു. നല്ലോണം അങ്ങോട്ട് അരയണ്ട, നമുക്കിങ്ങനെ കടിക്കുന്ന സമയത്ത് അത് കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ നല്ലോണം ക്രഷ് ചെയ്തിട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വാട്ടി വെച്ചേക്കണ ഇതിലോട്ട് നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യാം. നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ കൈയിലോണ്ട് കുഴച്ചിട്ട് പറ്റണുണ്ടായിരുന്നില്ല. ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മൾക്കത് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ എന്നാലും അത് ശരിക്കും ആ ചിക്കനൊക്കെ അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആവുള്ളൂ. അല്ലെങ്കിൽ കുറച്ചൊരു സ്ഥലത്ത് അങ്ങനെയായിട്ട് കിടക്കും. നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് ഗരം മസാലയും കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കട്ട്ലേറ്റിൻ്റെ രൂപമില്ലേ, നമുക്ക് എളുപ്പമുള്ള രൂപം, ഞാൻ ഉണ്ട പിടിച്ച് ഇങ്ങനെ, ചിലവരത് റൗണ്ടാക്കും, അങ്ങനെ ഞാനൊരു നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലൊരു ഉണ്ട ആ ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ടാണ്. എന്നിട്ട് ചെയ്തിട്ട് ആദ്യം എഗ്ഗിൽ മുക്കി, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ്, അടുത്ത റിസ്ക് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രെഡിൽ മുക്കിയിട്ട് പാൻ വെച്ചിട്ട് അതിൽ വെച്ച് പൊരിച്ചെടുത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാൻ നല്ല രസമാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിന് എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട്. വൈകിട്ടൊക്കെ നമുക്ക് കൂടുതലും റമളാനാണ് ഇങ്ങനെ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറ്.
ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പൊരിച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഞാനും ചെന്ന് കിടന്നില്ല, ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കി എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ തപ്പിപ്പറക്കിയെടുത്ത് അതൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ഷോർട്സ് ഇടാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് കുറേ നേരം ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഐസ് എണീറ്റ് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ഐസാക്ക് കൊടുത്ത് അവൾ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ഇനി എനിക്ക് വൈകിട്ട് വേറെ പണികളൊന്നുമില്ല. അപ്പോൾ ഇനി ഇവർ കളിയൊക്കെ കഴിഞ്ഞ് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഹദാനെ കുറച്ച് നേരം പഠിപ്പിക്കാനിരുത്തണം, അവർക്ക് ഫുഡ് കൊടുക്കണം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബായ്.